മോളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് എന്തെങ്കിലും മാനസികമായോ അല്ലെങ്കിൽ ശാരീരികമായോ അവർ നിന്നെ ഉപദ്രവിക്കുക പീഡിപ്പിക്കുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെയെങ്കിൽ ഏട്ടന് ഇവിടെ താഴത്ത് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ലീഗലായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെയുള്ള ശിക്ഷകൾ നിയമപരമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു പെണ്ണുമ്പോഴൊന്ന് വായിച്ച് നോക്കും കേട്ടോ. വായിച്ച് നോക്കിയിട്ട് ഇതിലേതെങ്കിലും രീതിയിൽ അവർ എൻ്റെ കുട്ടി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ലീഗലായിട്ട് എൻ്റെ പെണ്ണുമ്പോൾ മൂവ് ചെയ്തോ കേട്ടോ. കേസ് ഫയൽ ചെയ്തോ കേട്ടോ. പിന്നെ അവരുടെ വീട്ടിൽ എൻ്റെ കുട്ടിക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഓക്കെ എത്രയും പെട്ടെന്ന് ഇപ്പോൾ വീട്ടുകാരുണ്ടെങ്കിൽ വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് അവരോടൊപ്പം താമസിക്കുക. ഓക്കെ, അതായിരിക്കും നല്ലത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരുപാട് വാർത്തകളും കാര്യങ്ങളും കാണുന്നില്ലേ, കുത്തിക്കൊന്നു, കഴുത്തി വെച്ച് കൊന്നു, അങ്ങനത്തെ ഒരുപാട് വാർത്തകൾ കാണുന്നല്ലേ. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ അവർ ആ വീട്ടുകാർ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരല്ലെങ്കിൽ ഭർത്താവ് നിന്നെ വകവരുത്തും. അപ്പോൾ അതിന് നിൽക്കണ്ട കേട്ടോ. എത്രയും പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോവുക, വീട്ടിലേക്ക് മാറി താമസിച്ചാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ പരിമള ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കട്ടോ. അതിൻ്റെ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ പരിമള വിളിച്ചോട്ടോ, ഏട്ടനെ സഹായിക്കാം. ഓക്കെ, ഈ ഏട്ടനുണ്ട് എൻ്റെ കുട്ടിക്ക് കേട്ടോ. എന്നാൽ പിന്നെ അടുത്ത അപ്ഡേറ്റ് കാണാം. ഓക്കെ, സീ യു.